കോണിക് സെക്ഷൻ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. എസ് സ്ക്വയർ ബൈ 25 വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1 ആയാൽ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാം എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ആണ്, ദെൻ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആണ്. അങ്ങനെയാണെങ്കിൽ സി എന്ന് എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ ആണ്. അപ്പോൾ നമ്മൾ സി കണ്ടുപിടിക്കണം. സി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, ദാറ്റ് ഈസ് റൂട്ട് 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 60 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. എസെൻട്രിസിറ്റിക്കകത്ത് നമ്മൾ സി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ സി 4 ആണ്. ദെൻ എസെൻട്രിസിറ്റി ഇ എന്ന് പറഞ്ഞാൽ സി ബൈ എ, സി എന്ന് പറഞ്ഞാൽ 4, എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ 25 ആണ്. അപ്പോൾ ദെയർഫോർ എ ഈസ് ഈക്വൽ ടു 5 വരും. അപ്പോൾ എസെൻട്രിസിറ്റി ഇ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് കൊടുക്കാം, കാരണം എ സ്ക്വയർ 25 ആണെങ്കിൽ എ പ്ലസ് ഓർ മൈനസ് 5 വരും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 4/5 ആയിരിക്കും നമ്മുടെ എസെൻട്രിസിറ്റി ഇ എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള ഷോർട്ട് വീഡിയോസ് ലഭിക്കുന്നതിനായി കുട്ടികൾ ക്ലാസ് ഓറയുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. താങ്ക് യു.